ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഫോണിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാനാണ്. ഓൾറെഡി ഞാൻ ലോവർ എഡ്യൂക്കേഷൻ ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ പേപ്പറും നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരുന്ന പേപ്പറും നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളും എല്ലാമായിട്ട് ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. കുവൈറ്റ് സിറ്റിയിലാണ്. അപ്പം വീഡിയോ കാണാം. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഡ്രൈവറായിട്ടാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ലോവറൊക്കെ ചെയ്യാൻ പോയത് 3-4 മാസം മുന്നേ. ഇപ്പോഴാണ് ടൈമൊക്കെ അഡ്ജസ്റ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഹയർ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഞങ്ങൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ്. കുറേ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ മരങ്ങളും ഷോപ്പുകളും ഒക്കെയാണ്. ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് എൻ്റെത് രാവിലെ 10:30-ക്കും അവളുടേത് രാവിലെ 11 മണിക്കുമാണ്. ഞങ്ങൾ മെഹബുള്ളയിൽ നിന്നാണ് ഇവിടോട്ട് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് കുവൈറ്റ് സിറ്റിയിലോട്ട് പോകുന്ന ഇച്ചിരി ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു 9:10 ആയപ്പോൾ ഇറങ്ങി കേട്ടോ. പക്ഷെ ഞങ്ങൾ 9:36, 9:40 ആയപ്പോഴേക്കും അവിടെ എത്തി. കാരണം ഒരു ട്രാഫിക്കോ ബ്ലോക്കോ ഒന്നും ഇല്ലായിരുന്നു വഴിയിൽ. അതുകൊണ്ട് വേഗം തന്നെ അവിടെ എത്തി. ഞങ്ങൾ പോകുന്ന വഴിയിലാണ് കേട്ടോ നമ്മുടെ കുവൈറ്റ് ടവർ. കണ്ടപ്പോൾ എടുത്ത വീഡിയോയാണ്. ദൂരെ വെച്ച് കാണുമ്പോൾ നമുക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നുകയാണ്. ഇത് ഭയങ്കര വലുതാണ്. അകമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു തവണ ഞാനിവിടെ പോയിട്ടുണ്ട്. പോകാത്തവരൊക്കെ ഇവിടെ നിന്ന് പോയി കാണും. കുവൈറ്റ് ടവർ നല്ല സൂപ്പറാണ്. ഇത് ദൂരത്തുനിന്ന് കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുന്നതാണ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. കറക്റ്റ് 36-40 ആയപ്പോഴേക്കും അവിടെ എത്തി. ഇത് തന്നെയാണോ ബിൽഡിങ്ങിന് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞായിരുന്നു ഫുള്ള് ഗ്ലാസ് കൊണ്ടുള്ള ബിൽഡിംഗ് ആണെന്ന്. അവസാനം ഞങ്ങൾ ഇത് കൺഫേം ചെയ്ത് ഈ ബിൽഡിംഗ് തന്നെയാണ്. ഈ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫുള്ള് ഗ്ലാസ് കൊണ്ടാണ് ഇത്. ഞങ്ങൾ അവിടെ ചെന്നു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് നമ്പറൊക്കെ കിട്ടി. ഞങ്ങൾ അവിടെ വെയിറ്റിംഗ് ഏരിയ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. ആ കമ്പ്യൂട്ടറിലെ കൗണ്ടറിൽ ഏത് കൗണ്ടറാണെന്നൊക്കെ ഇങ്ങനെ നോക്കി. ആ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഹയറിന് വേണ്ടെന്നൊക്കെ ഇങ്ങനെ എഴുതി വരുന്നുണ്ട്. വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കൊണ്ടുപോയ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ്, ലോവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ സർട്ടിഫിക്കറ്റ്, ട്രാൻസിഷൻ്റെ, നഴ്സിംഗിൻ്റെ, രജിസ്ട്രേഷൻ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ടിൻ്റെ കോപ്പി, പാസ്പോർട്ട്, സിവിൽ ഐ ഡി ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റുള്ളിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വേഗം തന്നെ കഴിഞ്ഞിറങ്ങി. വലിയ തിരക്കും ഇല്ലായിരുന്നു. ഒറ്റയ്ക്കൊക്കെ വരുന്നവർക്ക് ഒരു ടെൻഷനും വേണ്ട. വേഗം തന്നെ ചെയ്തിറങ്ങാവുന്നതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കേട്ടോ വീട്ടിലോട്ട് പോകാനായിട്ട്. എല്ലാവരും വിചാരിക്കും ഞാൻ എന്താ മാസ്ക് വെച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കര ചുമയും പനിയായതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചേക്കുന്നത്. വെറുതെ അവിടെ പോയി ഇങ്ങനെ ചുമയ്ക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചാണ് മാസ്ക് ഒക്കെ വെച്ച് പോയത്. ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. എല്ലാ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്തു. നമ്മൾ പ്രത്യേകിച്ച് അപ്പോയിൻമെന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും പറഞ്ഞത് അപ്പോയിൻമെന്റ് എടുക്കണമെന്നാണ്. അങ്ങനെ ഞങ്ങൾ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തിട്ടാണ് പോയത്. പക്ഷെ അവരതൊന്നും ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോയിൻമെന്റ് എടുത്തില്ലെങ്കിലും സാരമില്ല. നമ്മൾ ഹയർ എഡ്യൂക്കേഷനാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന്റെ ഉള്ളിലോട്ട് കയറ്റി വിടും. പിന്നെ ടോക്കൺ തരും. നമ്മൾ ടോക്കൺ നമ്പർ അനുസരിച്ച് കൗണ്ടറിൽ ചെല്ലുക. നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ടുപോയി എല്ലാത്തിന്റെ ഓരോ കോപ്പി കൈവെക്കുന്നത് നല്ലതാണ്. വിത്ത് സിവിൽ ഐ ഡിയുടെ കോപ്പി ഉൾപ്പെടെ. അങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മുടെ സിവിൽ ഐ ഡി കൊടുക്കുമ്പോൾ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് എല്ലാം എടുത്തോളും. പക്ഷെ നമ്മളെല്ലാം കൈ കരുതുന്നത് നല്ലതാണ്. ചിലപ്പോൾ അവര് നമ്മളോട് ചോദിക്കും സർട്ടിഫിക്കറ്റിന്റെ കോപ്പി. ഞാൻ കൊടുത്തെടുത്ത് അവിടെ ഇരുന്ന ആള് എല്ലാം പ്രിന്റ് എടുക്കുമായിരുന്നു. പക്ഷെ എന്റെ ഫ്രണ്ട് കൊടുത്തെടുത്ത് അവളോട് കോപ്പി എല്ലാം ചോദിക്കുമായിരുന്നു. അപ്പൊ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ കോപ്പി ചോദിക്കുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി 3 മന്ത്സിന് ശേഷം നമ്മൾ ചെല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ വെരിഫിക്കേഷൻ എത്രത്തോളമായി എങ്ങനെയായെന്നൊക്കെ അറിയാനും. ചിലർക്ക് ഇത് കുറച്ച് സമയം എടുക്കുമെന്ന് പറയുന്നു. ചിലർക്ക് ഇത് വേഗം തന്നെ ശരിയാവും, അറിയില്ല. സ്റ്റിൽ ഇപ്പൊ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 3 മന്ത്സിന് ശേഷം അറിയാം എങ്ങനെയാണെന്ന്. ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഫോണിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ അപ്ലോഡ് ചെയ്തപ്പോൾ എറർ എന്നാണ് കാണിക്കുന്നത്. കാരണം അത് ഫുൾ അറബിക്കിലാണ്. അപ്പം നെക്സ്റ്റ് അടിച്ചു പോകുമ്പോൾ നമുക്ക് അത്രയും അറബി ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ കുറേ എറർ അപ്ലോഡാണ് വന്നത്. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ ഏജൻസി ത്രൂ ആണ് ചെയ്തത്. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നഴ്സിംഗിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ നമ്മുടെ ട്രാൻസിഷന് 10th, +2, അതുപോലെ തന്നെ ലോവർ എഡ്യൂക്കേഷൻ കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരും ഹയർ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന സർട്ടിഫിക്കറ്റ് ഹയർ ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ സിവിൽ ഐ ഡി, ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പുറത്ത് നമ്മുടെ കുവൈറ്റ് എംബസിയുടെ സീലും വേണം.
ഇത്രയാണ് ഇത്രയുള്ള സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈജിപ്ഷ്യൻസ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ചെയ്തേക്കുന്ന ഫോൺ വഴി ലിങ്ക് ത്രൂ ആണ്. അപ്പോൾ അവർക്ക് വലിയ പൈസ ചെലവൊന്നുമില്ലാതെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അവർ അപ്ലോഡ് ചെയ്തത് അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർ ഫോൺ വഴിയാണ്. പക്ഷെ ഞങ്ങൾ അതിങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്കത് എററായി വന്നതുകൊണ്ട് ഞങ്ങൾ ഏജൻസി ത്രൂ ആണ് ചെയ്തത്. അപ്പം അവരാണ് എല്ലാ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്തതും അതുപോലെ തന്നെ കുവൈറ്റ് സിറ്റിയിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞതും. അങ്ങനെയാണ് നമ്മുടെ സഹേൽ ആപ്പ് വഴിയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയത്. ഇനി പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് അതിന്റെ വെരിഫിക്കേഷൻ ഉണ്ട്, ഈ സർട്ടിഫിക്കറ്റ് എത്രയായി എങ്ങനെയായി എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ബാക്കി ചെയ്യാവുന്നതാണ് 3 മാസത്തിന് ശേഷം. ഇതൊക്കെയാണ് ഹയർ എഡ്യൂക്കേഷന് ഞാൻ അപ്ലോഡ് ചെയ്തത്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതും എങ്ങനെയാണ് ചെയ്തതെന്നും ഒക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ലൈസൻസ് റിന്യൂവലിന് വേണ്ടി നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ചെയ്തിരിക്കണം, ഇപ്പോഴും മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.